ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ് അല്ലേ? എന്തിനായിരുന്നു ഹോസ്പിറ്റലിൽ പോണേ? ഡോക്ടർ ഇവർക്ക് വാക്സിൻ എടുക്കാനാണ് ഗൈസ്. ഹോസ്പിറ്റലിൽ സുലൈഖ ഹോസ്പിറ്റൽ ദുബായ്. അപ്പം ബാക്കി വീഡിയോയിൽ കാണാം. ചേച്ചിയുടെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കണം. ഇങ്ങനെ നടന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറണം. ടാക്സിയിൽ പോകണം. ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിൻ്റെ അവിടെ തൊട്ട് ബസ്സില്ല. അപ്പോൾ നമ്മൾ ടാക്സിയിൽ പോകും. ആൻവി സേ ഹായ്. ഹായ് മാ. ക്ലിക്ക് ഫോട്ടോ പോസാണ് ഗൈസ്. ഈ കാണുന്ന ബിൽഡിങ്ങാണ് എൻ്റെ ബിൽഡിങ്. ഈ കാണുന്നതാണ് ചേച്ചിയുടെ ബിൽഡിങ്. ഓക്കെ ഗൈസ്, അന്നത്തെ പോലെ നമ്മൾ ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് നടന്നു പോകുന്നു. അതവിടെ ബസ്സിൽ കൊണ്ടുപോകും. ആ ബസ് അങ്ങോട്ടുണ്ട്. അല്ല സോറി, ഞങ്ങൾ ബസ്സിലല്ല, ഞങ്ങൾ ടാക്സിയിലാണ്. ബസ് കണ്ടിട്ടേ എന്താ ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ അല്ലേ ടാക്സി? അവിടെ തന്നെ ടാക്സി പിടിക്കും, അവിടെ തന്നെ പോകും. ഓക്കെ, നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ് ഗൈസ്, മാരക ചൂട്. ഇന്നിപ്പോൾ എത്ര ടെമ്പറേച്ചർ? 40 സംതിങ് അങ്ങനെയാണ്. ഞാൻ വീണ്ടും ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് പോവാണ് ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കഴിഞ്ഞ വീഡിയോയിൽ, അതേ സ്ഥലം. ഇവിടെ ഇതാണ് ടാക്സി സ്റ്റാൻഡ്. ഡ്രോപ്പ് ഓഫ്. നമ്മൾ മുകളിൽ റെഡ് കളറുള്ള ടാക്സിയിലാണ് നമ്മൾ കയറുക. ഗ്രീൻ കളറിൽ, അയ്യോ സോറി, ഗ്രീൻ കളറ്. പ്രശ്നമുണ്ടോ? ഈ മുകളിലുള്ള ഓറഞ്ച് കളറ് ആളിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ കളർ ആവും. ഗ്രീൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കയറാം. പക്ഷെ അത് ഗ്രീൻ കളർ ആവുന്നില്ല. എന്ത് ഗ്രീൻ കളർ ആവാത്ത? പോയിട്ട് വരാന്നാ സമയം കഴിഞ്ഞു എന്തോ പറഞ്ഞു ഗൈസ്, മനസ്സിലായില്ല. അത് അപ്പം ആ ഗ്രീനോ ഓരോരോ നിയമങ്ങൾ. അവിടെ ഒരു ഗ്രീൻ കളർ വണ്ടി ഉണ്ട്, പക്ഷെ അവിടെ പോയി കയറാൻ പാടില്ല അത്ര. എന്താല്ലേ What happened? You want taxi? എന്തൊക്കെയോ പറയണം എന്നുണ്ടോ ഗൈസ്. ഇതൊരു കടയാണ്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകൾ അല്ല, കുഞ്ഞു കട. ഞാൻ എന്തോ ഒരു ഗോഡൗണിൻ്റെ എന്തോ ബാക്ക് വശമാണെന്ന് വിചാരിച്ചു, പക്ഷെ അല്ല അത്ര. ഇത് കടയാണ്. പച്ചക്കാർ വന്നിട്ടുണ്ട് ഗൈസ്. ഹായ്, എക്സ്ക്യൂസ് മീ. ടൈം കഴിയുന്ന സമയം ഇങ്ങോട്ട് വരുന്നുണ്ട്. കിട്ടിയാ കിട്ടി. യെസ്, കിട്ടി ഗൈസ്. കയറാം. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് നമ്മുടെ ദുബായിലുള്ള ടാക്സിയിൽ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. അതും റൈറ്റ് സൈഡിൽ, ഡ്രൈവിംഗ് സീറ്റിൽ. നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് സീറ്റിൽ. ഓക്കെ, എത്ര ദൂരം ഉണ്ട്? ആ മെക്ഡൊണാൾഡ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അവിടുത്തെ ബിൽഡിങ്ങിലാണ്. ഇതിനാണ് നമ്മളിപ്പോൾ ഈ ടാക്സി പിടിച്ച് വരുന്നതെന്ന് ആലോചിച്ചു. പക്ഷെ നടന്നു വരാനുള്ള ത്രാണി എനിക്കില്ല. ശരിക്കും നടന്നു വരാനുള്ളേ ഉള്ളൂ. പക്ഷെ ചൂടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നടന്നിട്ട് വരാമായിരുന്നു. നല്ല ഭംഗി. സ്കൂളല്ലേ ഇത്? നൈസ്. മെക്ഡൊണാൾഡ്സിന് 2 രൂപയ്ക്ക് ഐസ്ക്രീം കിട്ടും. നല്ല ടേസ്റ്റാണ് ഗൈസ്. നമ്മളിവിടെ എത്തി ഗൈസ്. ഇത് പിടിച്ചോ.
തുറക്കു സീസേ. നെക്സ്റ്റ് തുറക്കു സീസേ. ഇതാണ് വാക്സിനേഷൻ ഏരിയ. നിങ്ങളൊരു കാര്യം തന്നെ ഗൈസ്, സെക്യൂരിറ്റി വന്നിട്ട് എന്നോട് ചോദിച്ചു ഫോട്ടോ എടുക്കുകയാണെന്ന്. അല്ല വീഡിയോ ആണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വീഡിയോ ഫോട്ടോ എല്ലാം കൂടെ അല്ലാതെ. പക്ഷേ ഞാൻ അവിടുന്ന് മാറുന്ന ഒളിഞ്ഞിട്ടാണ് സാർ വീഡിയോ എടുക്കുന്നത് ഗൈസ്. എൻ്റെ ആത്മാർത്ഥതയെ നിങ്ങൾ മനസ്സിലാക്കി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ പച്ച കളർ കാണുന്ന സെക്ഷനാണ് എന്താണ് കുട്ടികളുടെ. അത് കഴിഞ്ഞാൽ ഇത് വാക്സിനേഷൻ. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇവിടെ ലാബ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇതിന് ഫൈൻ വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ കഫറ്റീരിയ പോലെ രേഖയുണ്ട് ഗൈസ്. ഈ കാണുന്ന സ്ക്രീനിൽ നമ്മുടെ ടോക്കൺ നമ്പർ കാണിക്കുക. അപ്പോൾ ഏത് കൗണ്ടറിലാണെന്നും കാണിക്കുക. അപ്പോൾ നമ്മളവിടെ പോയിട്ട് മരുന്ന് മേടിക്കാം. മരുന്ന് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. ഈ കാണുന്ന മെഷീൻ കണ്ട് ഈ മെഷീനിൽ വന്നിട്ട് ഇപ്പോൾ ഡേ വീഴും. ഞങ്ങൾ ഇറങ്ങി ഗൈസ്. വാക്സിൻ എടുത്തതിൻ്റെ ക്ഷീണമല്ല, ഉറക്കം വന്നതിൻ്റെ ക്ഷീണം. വാക്സിൻ എടുത്തപ്പോൾ കരഞ്ഞു. പിന്നെ അവൾക്കൊരു കിറ്റ്കാറ്റ് കൊടുത്തപ്പോൾ കരച്ചിൽ നിർത്തി. ഓ ഗോഡ്. ഇനി എങ്ങോട്ടാ? എങ്ങോട്ട്? അങ്ങനെ നമ്മൾ ഓടിപ്പിടി പോയി ടാക്സി പിടിക്കും. അതിന് ശേഷം അങ്ങോട്ട് പോവും. ലുല്ലു പോവും. ലുല്ലു. ഓക്കെ. എൻ്റെ കോലം നോക്കി എനിക്ക് 2 ബാഗാണ് ഗായ്സ്. അവളെല്ലാം ഒരു കുറ്റിയും ഒരു സഞ്ചി. പിന്നെ ടാക്സി വിളിക്കാൻ പറഞ്ഞു വെച്ച് ഗൈസ്. ടാക്സികൾ വരുന്നുണ്ട് നിർത്തുന്നില്ല, വരുന്നുണ്ട് നിർത്തുന്നില്ല. ഈ അതിൻ്റെ മുകളിൽ പച്ച കളറാണല്ലോ ആ ഈ നമ്മൾ ടാക്സിന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ബോർഡ് പച്ച കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാം. അതിൻ്റെ അവിടെ റെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതിലാളുണ്ട് എന്നർത്ഥം. കുറേ നേരമായി. ഒരു കുട്ടി അമ്മയും കൂടെ നിൽക്കുന്നത് കണ്ടിട്ട് ആരും നിർത്തുന്നില്ല ഗൈസ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്ററാണ് തോന്നുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുകമറയുടെ ഉള്ളിൽ നിറയെ സിറ്റീസ് കാണും. പെട്ട് ഗൈസ്. നമ്മൾ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇൻഷുറൻസിൻ്റെ എന്തോ പ്രശ്നം കാരണം, ടെക്നിക്കൽ ഇഷ്യൂ കാരണം എന്തോ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടെ പോയി ചോദിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. പോകുന്ന നമ്മളിപ്പോൾ ഇനിയെന്നാണ് കേട്ടോ ഗൈസ്. അത് ശരിയായില്ല, റിജക്റ്റായി. പിന്നെ റിജക്റ്റായി. ചേച്ചി ടാക്സി വിളിക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ അവിടേക്ക്. ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. ഇറങ്ങി അന്ന് ബഹളമായിരുന്നു അറിയാം വാക്സിൻ വയ്ക്കുമ്പോൾ. പിന്നെ ഒരു കിറ്റ്കാറ്റൊക്കെ കൊടുത്തപ്പോൾ ആൾ കൂട്ടി. ലുലുമാൾ പോവാണ്. മൂടില്ല ഗൈസ്. കുറേ നേരമായി. ഇപ്പോൾ സമയം ഇവിടുത്തെ 6:30. ഇറങ്ങിയത് 2 മണി 2:30 ഞങ്ങൾ ഇറങ്ങിയതാണ്. 6:30. എനിക്ക് വീട്ടിലോട്ടൊരു 9 മണിക്കെങ്കിലും എത്തണം. എന്താണ് ഗൈസ്, കുറേ പേര് ഞാൻ ഫോൺ അങ്ങനെ പിടിക്കുന്നത് കാരണം അവർ വിചാരിക്കുന്ന അവരെ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ നോക്കുന്നു ഗൈസ്. ഒരു ചൈനീസുകാർ എന്നെ കണ്ണൊട്ടി പേടിപ്പിച്ചു ഗൈസ്. മൈൻഡാക്കിയില്ല. പിന്നെ നോക്കുമ്പോൾ എല്ലാവരും ആ തള്ളച്ചി അങ്ങനെ നോക്കണത്. ടാക്സി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, വന്നു ഗൈസ്. കയറി ഗൈസ്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? വീട്ടിൽ.
ലുലു പോലേ? വീടിൻ്റെ അടുത്തുള്ള ലുലു. അങ്ങോട്ട് ഇരുട്ടായിട്ടൊന്നും. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണോ? ബാക്ക് സൈഡിലോട്ടുള്ള പോലെ ഉണ്ട്, പക്ഷെ അല്ല. നമ്മൾ ഇറങ്ങി കയറിയ സ്ഥലത്ത് തന്നെ എത്തി. ഇതാ കാട് തന്നെ വേണം. ആൻവി ലുക്ക്. ഓക്കെ ബൈ. ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത് ഗോയ്സ്. ഇവൾക്കിനി ഇവിടെയുള്ള എല്ലാ ടോയ്സും വേണ്ടി വരും മിക്കവാറും. അൻവി, what is this? എല്ലാം വിശദമായി പഠിക്കുന്നുണ്ട്. വേണ്ടേ? ഉറങ്ങി എണീറ്റതിൻ്റെ ഒരു ഇതുണ്ട്. Anvi, let's go. Let's go. Okay, bye. Bye. എങ്ങോട്ടായി കൊണ്ടുപോകുന്നതിനാവ്? അങ്ങോട്ട് പോകുമ്പോഴൊരു കണ്ണുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോകുമ്പോഴും അതിൽ കുടുങ്ങി. ആൻവി, where is mommy? Where is mommy? Come, let's check. ആൻവി, look. കലിപ്പിലാണ്. അവസാനം ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്, നമ്മുടെ ദുബായ്ക്കാരുടെ, നമ്മുടെ അല്ല, ദുബായ്ക്കാരുടെ സ്വന്തം ടൈഗർ ബാം. എല്ലാ ഗൾഫിലുള്ള ആൾക്കാരും നാട്ടിലോട്ട് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന സാധനം ടൈഗർ ബാം. ഞാൻ അതിങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഞാൻ നാട്ടിൽ വരുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇവിടെ ഞാൻ കണ്ടില്ല, അതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ സംഭവം എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടൊരു സാധനമാണ് ഡീപ്പ് ഹീറ്റ്. എനിക്ക് ബാക്ക് പെയിൻ വരുന്ന സമയത്ത് എൻ്റെ ഏട്ടൻ്റെ അമ്മ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഡീപ്പ് ഹീറ്റ്. എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. മൂവ് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ മൂവ് തേച്ച സമയത്ത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. ഡീപ്പ് ഹീറ്റ് ഓക്കെയാണ്. അപ്പോൾ ഞാൻ റൂമെത്തി ഗായ്സ്. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു. ഹോസ്പിറ്റലിൽ പോയത് പിന്നെ അവിടുത്തെ പ്രൈവസി കാരണം എനിക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മെയിനായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിയത് എനിക്ക് ഫാർമസിയിലെ കാര്യമായിരുന്നു. മറ്റേ റോബോട്ടിക്കായിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചതിൽ അത് ആ വീഡിയോ എടുക്കുന്ന സമയത്തായിരുന്നു ഒരു ചൈനക്കാരി എന്നെ അങ്ങനെ നോക്കി പഠിപ്പിച്ചത്. എന്താവട്ടെ, അപ്പോൾ അവർക്കൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തത്. അവർക്കറിയുന്നുണ്ട് ഞാനൊരു യൂട്യൂബറാണെന്ന കാര്യം. അപ്പോൾ അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഒരു കഫറ്റേരിയ കാണിച്ചിരുന്നില്ല, അതുപോലെ വേറെ കഫറ്റേരിയ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അട്രാക്റ്റീവായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ലുലുവിൽ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ മേടിച്ച്, അവൾ കാരണം, ആൻവി കാരണം എനിക്ക് ഫുള്ളും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവളെ നോക്കണമായിരുന്നു. നല്ലൊരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.